ഹായ്. നമ്മുടെ ജീവിതത്തിലെ ഒരു 5 കാര്യങ്ങൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത 5 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ. നമ്മൾ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത് ചില സമയത്തൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റൊരാളിനെ ഹർട്ട് ചെയ്താൽ അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതെന്നും ഒരു വേദനയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കിടക്കും. അപ്പം നമ്മുടെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. ഈ ടൈം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ടൈം എന്നുള്ളത്. ടൈമിൻ്റെ വാല്യൂ എത്രമാത്രമാണെന്ന് ഒരു വീഡിയോയിൽ കൂടി ഒരു ഷോർട്ടിൽ കൂടിയോ ഒന്നും പറഞ്ഞു തന്നാൽ തീരുന്നതല്ല. ഈ ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാനേ പോകുന്നില്ല. ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റോട് കൂടി തന്നെ നിങ്ങൾ ആ ടൈമിനെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ശരിക്കും അത് തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒരു അമൂല്യമായ ഒരു സംഭവമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സാധനം ഒരിക്കൽ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തേയില്ല. നമ്മൾ തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ തൊട്ടടുത്ത സമയത്തോ നിങ്ങളോട് ഒരാൾ വന്നിട്ട് ഒരു ബിസിനസ്സിൻ്റെ കാര്യം സംസാരിച്ചു, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യം സംസാരിച്ചു, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞു. നമ്മൾ ആ സമയത്ത് അത് ചെവി കൊണ്ടില്ല എങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പുള്ളത്? നമുക്കൊരിക്കൽ നഷ്ടപ്പെടുന്ന ഓപ്പർച്യൂണിറ്റീസ് പിന്നെയും നമ്മളെ തേടി വരത്തില്ല. അത് നമ്മൾ എപ്പോഴും നമ്മൾ ആ കാര്യം മനസ്സിലാക്കുക. നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതായത് റൈറ്റ് ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. അല്ലെങ്കിൽ പിന്നീട് ഇരുന്നിട്ട് ആ സമയത്ത് അവൻ ആ ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവൾ ആ ബിസിനസ്സിനെ കുറിച്ച് എന്നോട് പറഞ്ഞതാണ്, ആ സമയത്ത് ഞാൻ ചേർന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവനൊക്കെ ആണെങ്കിലും അവളാണെങ്കിലും ഒരു മില്യനെയറായി മാറിക്കഴിഞ്ഞു, എനിക്കും അതിലേക്ക് ആകാമായിരുന്നു എന്ന് ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അത് റൈറ്റ് ടൈമിൽ തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. അതായത് വിശ്വാസം. നമുക്കൊരാളിൽ നിന്നൊരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കൊരു ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സക്സസ്സും ഇല്ല, ഒരു നിലനിൽപ്പും ഇല്ല. നമുക്കൊരിക്കലും ഒരു വിശ്വാസം നമ്മൾ പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് പിന്നെ അതൊന്ന് തിരിച്ചെടുത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റത്തില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, എല്ലാവരുടെയും ഹ്യൂമൻ ബീയിങ്സിൻ്റെ. ഒരാളിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ തീരെ നമുക്ക് പറ്റത്തില്ല. അപ്പം ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊന്നും നമുക്കൊരിക്കലും തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.